ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തട്ടേക്കാട് വന്ന് കയറിയത് വെച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ പല ടൈപ്പ് മീനുകളെയൊക്കെ കാണാം, കുളം പോലെ ഉണ്ടാക്കിയിട്ടിട്ട്. ഇതിനകത്ത് വലിയ മീനുകളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലേക്ക് നോക്കിയാലാണ് കാണുള്ളൂ. സക്കർ ഫിഷുകൾ വലിയതുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരുള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളെന്തെങ്കിലും തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ തീറ്റകളൊന്നും നമ്മുടെ കയ്യിലില്ല. കുരങ്ങന്മാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മിഠായിയോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ട് കുട്ടികൾ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാട്ടോ. അപ്പോൾ ഇവർ എങ്ങടെ പോയെന്ന് നോക്കുമ്പോൾ ഉണ്ട് അവിടെ അടുത്ത് വേറെ കുറേ ഫിഷുകളുടെ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളും ഒക്കെ അതിൻ്റെ തന്നെ പൊക്കത്തിൽ ഇങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് മീനുകളാണ് ഇത്. നമ്മളിങ്ങനെ അക്വാ ഷോയിലൊക്കെ കാണാൻ പോകുമ്പോൾ തന്നെ ആ ഒരു സെറ്റപ്പിൽ തന്നെ അവിടെ ചെയ്തു വെച്ചേക്കണതാണ്. പിന്നെ ആദ്യമൊക്കെ ഇവിടെ തട്ടേക്കാട് വരുമ്പോൾ ഒരുപാട് വലിയ വലിയ ജീവികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും കാണില്ല. ഇപ്പം ഇങ്ങനെ മീനുകളൊക്കെയാണ് കൂടുതൽ. വലിയ കൂടുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് മുതല, ഉടുമ്പ്, അങ്ങനത്തെ വലിയ വലിയ ജീവജാലങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും കാണുന്നില്ല. ഇപ്പോൾ ആ കൂടുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പക്ഷികളെയും ഒക്കെയാണ് കാണാനുള്ളൂ. ഇവരിപ്പോൾ ഒരു മയിലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയിലിന് ഇത്ര അടുത്ത് കാണുന്നത് ഇവർ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനെ പോയി തൊട്ട് നോക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല കൊത്തു കിട്ടും, അതിൻ്റെ കൊക്കിന് നല്ല മൂർച്ചയുണ്ട്, മാറിക്കുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവർ തലോടാനൊക്കെ പോവാണ്. അവരെന്തായാലും മാറണില്ല. അപ്പോൾ എൻ്റെ ഒച്ച കേട്ടിട്ടെന്നാൽ ഞാൻ തന്നെ മാറിത്തരാമെന്ന് പറഞ്ഞിട്ട് മയിൽ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സമാധാനമായി. കുട്ടികൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മയിലിനെയൊക്കെ തൊട്ടടുത്ത് കാണുന്നത്. പീലി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുകയാണ്. ഈ മയിലിനൊക്കെ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ചില വീഡിയോസിൽ കാണാം കേട്ടോ. അവരുടെ വീടിൻ്റെ മുറ്റത്തും തൊട്ടടുത്തൊക്കെ മയിൽ വന്ന് നിൽക്കണത്. എനിക്കതൊക്കെ കാണുമ്പോൾ നല്ല കൗതുകമാണ്. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ മയിലിനെ കാണാൻ കിട്ടില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഓരോ കൂടുകളിലും ഓരോ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കോഴിയാണ്, എന്താണ് മയിലിനെ പോലെ വെളുത്തിരിക്കുന്നുണ്ട്. ഇതിനാണെങ്കിൽ പുറത്തേക്ക് ചാടാൻ വേണ്ടി അവിടെ കിടന്ന് ഓടിക്കളിക്കാട്ടോ. എന്നെ ആരെങ്കിലും ഒന്ന് തുറന്നു വിടുന്നുള്ള മട്ടിന്. പിന്നെ ഇവിടെ ഒരു കുട്ടികളുടെ ഏരിയ ആയിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്, കിഡ്സ് കോർണർ. അങ്ങടേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് അടിച്ച് താഴെ വന്നിട്ടാണ്. ഇതാണെങ്കിൽ ഒരു പെരുമ്പാമ്പ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഈ പാറക്കൂട്ടം പോലെ തന്നെ അതിൻ്റെ കളറും അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് കിടക്കേണ്ടതെന്ന് നമ്മൾ കാണൂല കേട്ടോ. അപ്പോൾ ഇനി അവർ കുട്ടികൾ കിഡ്സ് കോർണർ കണ്ടപ്പോൾ അങ്ങോട്ട് വെച്ച് വീക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോവാണ്. അപ്പോൾ ഈ പെരുമ്പാമ്പൊക്കെ ഇങ്ങനെ മണ്ണിന് അടിയിലൊക്കെ മരത്തിൻ്റെയൊക്കെ മൂട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. ഇത് അതേ കളർ തന്നെ ആണ് അവരുടെ ബോഡിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും മനുഷ്യന്മാരെയൊക്കെ അവർ വിഴുങ്ങണേന്ന് ഞാൻ ഇങ്ങനെ പിള്ളേരോട് പറയായിരുന്നു കേട്ടോ. നമ്മൾ കാണില്ല, കയറി ചവിട്ടുമ്പോഴാണ് അറിയുള്ളൂ എന്നൊക്കെ. ഇവർ പിന്നെ ഇവരുടെ ഈ ലോകത്തേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ എല്ലാത്തിലും കയറി കളിയൊക്കെ കഴിഞ്ഞാലേ ഇവർ ഇറങ്ങുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ കാഴ്ചകളൊക്കെ നോക്കി ഞാനവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല ഇരിക്കാനുള്ള തണലും മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാനും നല്ല ഒരു വൈബുണ്ട്. അപ്പം ഞാനങ്ങനെ ഒരു സീറ്റ് കണ്ടെത്തി ഞാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഏറുമാടവും ഊഞ്ഞാലും സീസോയും പിള്ളേർക്ക് പറ്റിയതൊക്കെ ഉണ്ട്. ഞാൻ ഈ പുഴയുടെ തീരത്തേക്ക് ഇങ്ങനെ നീങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഈ പുഴയുടെ തീരത്തായിട്ടാണ് ഈ പാർക്കൊക്കെ ഇരിക്കണത്. ഇത് കുട്ടമ്പുഴയാണ്. പെരിയാറിൻ്റെ തന്നെ കൈവഴിയായിട്ടുള്ള പുഴയാണ് ഈ പുഴ. ഇനി പെരിയാറിൽ ചെന്ന് ചേരും. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇപ്പോൾ ഇങ്ങനെ കലങ്ങിയ കളറാട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ, ഇവിടെ അടുത്ത് തന്നെയാണ് ഭൂതത്താൻകെട്ട് ഡാം. അപ്പോൾ ഡാം തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം വന്ന റോഡ്, ആ മോളിൽ കാണുന്നത്. അതിൻ്റെ താഴെയാണ് ഈ പാർക്ക്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു മരമല്ല കേട്ടോ, ഒരു വള്ളി പടർന്നു വന്നേക്കണെയാണ് മരത്തേന്ന്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളിയാട്ടോ, മരം പോലെ തന്നെ. അപ്പോൾ ആ വള്ളിയിലാണ് ഇപ്പോൾ ഇവർ ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പിടിച്ചൊക്കെ നോക്കിയതാണ്. പിന്നെ ഇവർ നല്ല കളിയാട്ടോ, കുട്ടികൾ നല്ല ആസ്വദിച്ച് നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഇങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ പല ടൈപ്പ് ആളുകളെ കാണാമല്ലേ. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, മലയാളികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോന്നിങ്ങനെ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ആളുകളെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നമുക്ക് കാണാൻ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങടേക്കൊക്കെ പോകണം. ഇവർ പിന്നെ അടുത്തതായിട്ട് ഏർമാടത്തിലേക്ക് കയറുന്നുണ്ട്. അവിടെ വലിയ ഊഞ്ഞാലുണ്ട്, നമുക്ക് ആടാൻ പറ്റിയ വലിയ ഊഞ്ഞാൽ. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്തൊക്കെ കയറിയ സമയത്ത് ഞാൻ പോയി ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടി നോക്കി.
പിന്നെ ചെറിയ ഊഞ്ഞാലുണ്ട്, കുട്ടികൾക്ക് പറ്റിയ ഊഞ്ഞാലും മുതിർന്നവർക്ക് പറ്റിയ ഊഞ്ഞാലുണ്ട്. ഇതാണ് ഡോക്ടർ സലീം അലി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇവിടെ ഈ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. പുള്ളിക്കാരൻ ഈ ഒരു പക്ഷിശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ നിരന്തരം ഇവിടെ ഇങ്ങനെ സന്ദർശിച്ച് പലതരം പക്ഷികളെ ഇയാൾ കണ്ടെത്തിയിട്ട് വീണ്ടും വീണ്ടും ഇവിടെ സന്ദർശനത്തിന് വരുമ്പോൾ പുതിയ പുതിയ സ്പീഷീസുകളെ കണ്ടെത്തി എന്നാണ് പറയണത്. ഇത് കണ്ടോ, ഇത് ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഏരിയ ഉണ്ടായി. അപ്പോൾ ആദ്യം ഈ ബോട്ടിങ്ങിൻ്റെ ഏരിയയിൽ ബോട്ട് സർവീസ് ഉണ്ടായിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. ഈ ഏരിയയിൽ കൂടി ആയിരുന്നു ബോട്ട് സർവീസ്. അവിടെയൊക്കെ ഇപ്പോൾ വറ്റി വരേണ്ട എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചുട്ടോ, ഇത്രയും വലിയ പുഴയുണ്ടായിട്ട് വെള്ളമില്ല എന്ന് പറയണത് എന്താണ്? അപ്പോൾ ഈ ഡാം തുറന്നു വിട്ടുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വെള്ളമില്ല. അപ്പോൾ ആ ഡാമിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഇവിടെയും നന്നായിട്ട് വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ അതിങ്ങനെ സേഫ് സോണാണ്. അപ്പോൾ ഇതിലെയാണ് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നത്. പുഴയിലൂടെ ഒന്നും ബോട്ടിങ്ങിന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഡേഞ്ചർ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഡാം തുറന്നേക്കണോണ്ട് തന്നെ ഈ വെള്ളമൊന്നും ഇവിടെ ഇല്ലാത്തത്. ഇനി 2 മാസം കഴിയുമ്പോൾ ഡാം അടയ്ക്കും. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.